എടപ്പള്ളിയുടെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. എടപ്പള്ളിയുടെ ഉൾപ്രദേശങ്ങളിലുണ്ട്. ഇവിടെ ഒരു മെയിൻ സ്റ്റോറൊക്കെ ഉണ്ട്. നമ്മൾ ഇനി ഇതിലൊന്ന് കയറി നോക്കണം. ഇതാണ് പുനത്തിൽ പാടം റോഡ്. പുനത്തിൽ പാടം റോഡ് കേട്ടോ. പുനത്തിൽ പാടം റോഡ്. ആ റോഡിൽ കൂടിയാണ് അപ്പോൾ നമ്മൾ സഞ്ചരിക്കണം. ഒരു ചെറിയൊരു മഴക്കാറ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഉൾപ്രദേശങ്ങളിലുള്ള നമ്മുടെ എറണാകുളത്ത് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്കുള്ള കിൻഡർ ഗാർഡൻ അങ്ങനത്തെ മസ്കിറ്റോ നെറ്റ് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ചെറിയ പരസ്യം. ഇതൊക്കെ പഴയ കാലത്ത് മഴപൊടിയുണ്ടോ? പഴയ ഇതൊക്കെ 90കളിലുള്ള വീടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ വഴിയൊന്നും അധികം കറങ്ങാറില്ല. കാരണം നമ്മൾ ജോലിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം കുറച്ച് നാളത്തേക്ക് എന്തായാലും അവിടെ ഒരു ചെറിയ ഇടവഴി ഉണ്ടല്ലോ, നമുക്ക് അതിലൊന്നും ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കട്ടെ. ഒരു ഓടിട്ട വീടോ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ പോയാൽ എത്രത്തോളം പോകാൻ പറ്റുന്നറിയില്ല. അവിടെ ഓടിട്ട വീടും കാര്യങ്ങളൊക്കെ പഴയ കാലത്തൊരു വീട് കാണുന്നുണ്ട്. ചിലപ്പോൾ അവിടെ വരെ ഉണ്ടാവുള്ളൂ ഇരിക്കും ആ വീടുകൾ. അവിടെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ ഇത്രേ ഉള്ളൂ കേട്ടോ, ഈ വീട് വരെ ഉള്ളൂ. ഇവിടെ ഒരു ഓടിട്ട വീടുണ്ട്, പഴയ തറവാട്. ഇത്രേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് അവരുടെ വീട്ടിലേക്കുള്ള ശേഖരൻ. അപ്പോൾ തിരിക്കാം. അങ്ങോട്ടുണ്ട്, പക്ഷെ അവിടെ ഇപ്പോൾ വീടുകളുടെ ഭാഗത്തേക്കുള്ള റോഡുകളാണ്. അത്രേ ഉള്ളൂ ആ വീട്. അപ്പോൾ അവരൊക്കെ മഴ കാലത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ട അവരൊക്കെ ഉള്ള ആളുകളാണ്ട. ബാക്കിയുള്ളവരൊക്കെ പുതിയതായിട്ട് വന്നു. അവർ പഴയ ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ഞെട്ടിപ്പോകും. കാരണം വെച്ചാൽ ചില മാറ്റമൊക്കെ വന്നു എന്നാണ്. നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ പേര് പറഞ്ഞു ആ റോഡിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് അതിനകത്തേക്ക്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ വീടുകളുടെ ആളായിരിക്കാം. ഇതൊക്കെ അവിടം വരെ ഉള്ളൂ. ഈ വഴി വന്നാണെന്ന് തോന്നുന്നു. ഗാലക്സിയുടെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഗാലക്സി ഈ വഴി നമ്മൾ പോയിട്ടുണ്ട്. ഈ വഴിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. ശരിയാണ്, ഈ വഴിയാണ്. ഇനിയുള്ള ബിൽഡിംഗ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ഗാലക്സിയുടെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഓക്കെ, ഈ ഗാലക്സിയുടെ അപ്പാർട്ട്മെൻ്റൊക്കെ ആകെ കച്ചറായല്ലോ. ഇങ്ങനെ കയറാം. ഇവിടെ രണ്ട് പേരുടെ ഷോപ്പാണ്. ഗാല വെസ്റ്റാന്ന് പറഞ്ഞിട്ടൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇതൊക്കെ പഴയ കാലത്തെ അപ്പാർട്ട്മെൻറ്റാണ്. 80-90 കാലത്തെ അപ്പാർട്ട്മെൻറ്റുകളാണ്. നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഒരു ഇസ്തിരി അയണിങ് തമിഴാണ്. തമിഴ് അതാണ് അയണിങ്ങാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റും. ഈ വഴി നമ്മൾ വന്നതാണ്. ഇങ്ങോട്ട് നമ്മൾ ആ വഴിയാണ് കയറിപ്പോയത്. ഇതൊക്കെയാണ് എറണാകുളത്തെ ഉൾപ്രദേശങ്ങൾ. എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ എറണാകുളം എടപ്പള്ളി മെയിൻ ലുലുവിനടുത്ത് നിന്ന് കഷ്ടിച്ച് 1-2-3 കിലോമീറ്റർ മാത്രം ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് വരുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ലൊരു മഴക്കാറിൻ്റെ വൈകിട്ട് നല്ലൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആവട്ടെ പോട്ടെ. ഈ 90കളിലെ ഒരു സംഗതിയാണ്. വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അവർ. 90കളായതുകൊണ്ടായി 90 80 കാലഘട്ടം 85 കാലഘട്ടത്തിലുള്ള വീടുകൾ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ആ
കാലത്തുള്ള ആണിപ്പോൾ കൂടുതൽ. പുതിയ കാല നിർമ്മിതികൾ കണ്ടുകൊണ്ട് കാര്യമില്ല. പിന്നെ കുറേ ആളെയുമ്പോൾ പറയും 2000 നിർമ്മിതിയാണെന്ന് പറയും. സ്നാക്സ് ചെറുകടികൾ കുറച്ചില്ല ചോറൊന്നുമില്ല. കുറച്ചില്ല ചോറ് ിയോക്കറ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് ക്രെഡിറ്റ്. ഇതിപ്പോൾ പാലാരോട്ടത്ത് എത്തിയിട്ടാണ് നമ്മൾ എടപ്പള്ളിനെ കവർ ചെയ്ത് പാലാട്ടത്തെത്തി. ഇതൊരു വഴിയുണ്ടല്ലോ, അങ്ങനെ കുറച്ച് ദൂരം പോയി നോക്കാം. ചെറിയ വഴികളാണോ. അപ്പോൾ പാലാരട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. സൈക്കിളിൽ കറങ്ങി പാലാരട്ടത്ത് എത്തി. ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്, കൂടുതൽ അപ്പാർട്ട്മെൻറ്റ്. വിശദമായിരിക്കണം. ലേഡീസ് ഹോസ്റ്റലൊന്നും ഉള്ളു റൈറ്റ് സൈഡിൽ. ചെറിയ അപ്പാർട്ട്മെൻറ്റാണ് പഴയ കാലത്ത്. അത് ലേഡീസ് ഹോസ്റ്റലാക്കി മാറ്റി. നമുക്ക് നേരെ പോവാം. വൈകിട്ടാകുമ്പോൾ ഒരു മഴക്കോളും കാണിക്കാണ്ട് നോക്കുമ്പോൾ നമുക്ക് എടുത്തില്ല. ഇതൊക്കെ 90കളുടെ വീടാണ്. 90, 80 കാലഘട്ടത്തിലാണ്. ഇതൊക്കെ അത് തന്നെയാണ്. ഇതിനകത്തൊക്കെ ധാരാളം അങ്ങനത്തെ വീടുകളുണ്ട് കേട്ടോ. 80 കാലഘട്ടത്തിൽ. ഇവിടെ നിന്ന് ഇത്രേ ഉള്ളൂ വഴി. ഇനി അങ്ങോട്ട് വഴിയില്ല. നേരെ കാണുന്നില്ല. ഇത്രേ ഉള്ളൂ ലാസ്റ്റ്. KK കൃഷ്ണകുമ്മ ഇത്രേ ഉള്ളൂ. പിന്നെ ആ കാണുന്ന വീടുകളൊക്കെ 90, 80 കാലഘട്ടത്തിലുള്ള വീടുകളാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഓഫീസ് പോലെ ആക്കി. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. 80, 90 ഓഫീസാക്കിപ്പോൾ ഇത്. കാരണം ഇവിടെയൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് നല്ല വാടക കിട്ടും. ജംഗ്ഷൻ TV കാണുന്ന വീടുകളുണ്ട്. ഇതൊക്കെ 80 കാലഘട്ടത്തിലാണ്. KS മേനോൻ എന്ന് പറഞ്ഞിട്ട് ആരെയാണ് KS മേനോൻ. അവരൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ആളുകളാണ് പണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏതോ ലേഡീസ് ഹോസ്റ്റൽ. അപ്പോൾ വീണ്ടും നമ്മളത് തിരിച്ചു പോകണ്ട. ഒരു മഴയ്ക്കുള്ള കോളും കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ പാലാരട്ടം നമ്മുടെ എടപ്പള്ളിയിൽ നിന്നാണ് കവർ ചെയ്തെങ്കിലും പാലാരട്ടത്തെത്തിയിട്ടുണ്ട്. പാലാരട്ടം ഭാഗത്തേക്ക് ഇതൊക്കെ പാലാരട്ടം ഉൾപ്രദേശങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കൂടുതലും സോളാറിൻ്റെ ഉണ്ട്. കൂടുതലും ഓഫീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വീടുകൾ കൂടുതലും അങ്ങനെ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇവർ. ഇതിനകത്തോട്ട് പോയാൽ പോളശ്ശേരി റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡിന് പോളശ്ശേരി റോഡ് സ്ക്വയർ ഫീറ്റിന് 1950 രൂപ മുതൽ പാക്കേജുകൾ. വില്ല അങ്ങനെയുള്ളതൊക്കെ ബിസ്മോക്കോസ് പഴയ കാലത്തൊരു വീടാണ്. മതിൽ നല്ല ടൈലൊക്കെ ഇട്ട് സെറ്റപ്പാക്കിയെങ്കിലും വീട് പഴയത് തന്നെ അതെടുത്ത് നിലനിർത്തി. ഇവിടെയൊക്കെ പുതിയ കാലം നമ്മുടെ തേജസ് ലൈൻ നമ്മൾ കണ്ടാണ്. തേജസ് ലൈൻ പുതിയ കാലത്ത് ഒരു നിർമ്മിതി ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ ഡിസൈനഡായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്
ഇപ്പോൾ ഇഷ്ടികക്കെട്ടാണ് കേട്ടോ പലരും ഇഷ്ടികക്കെട്ടാണ് ആവശ്യം പലർക്കും. പഴയ പോലെ ഇതൊക്കെ ഇഷ്ടംപോലെ സ്പേസ് കിടപ്പുണ്ട്. വേണുഗോപാലൻ കോളശ്ശേരി റോഡ്. ഇടയ്ക്ക് കൂടിയ ടൈപ്പ് സൈറ്റാണ്. പക്ഷേ സ്റ്റാൻഡ് പുള്ളി നടക്കത്തില്ല. കോളശ്ശേരി റോഡ്. ഞാനിങ്ങനെ മകളുടെ മുകളിലോട്ട് കയറാൻ പറ്റുമോ? അത് പോകണം. വേറെ കുറേ അവിടം വരെ പോകാനല്ലോ. കോളശ്ശേരി റോഡ്. ഇവിടെ നിന്ന് അതോട്ടൊരു വഴിയുണ്ട്. അതുപോലെ വീട്ടിലോട്ടാണോ അറിയില്ല, പോയി നോക്കാം. ആ കാണുന്ന വഴിയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക്. ഇത് വീട്ടുകാർ തന്നെയിട്ടാ അതിലാണെന്ന് അറിയില്ല. അവിടം വരെ ഉള്ളൂ. അത്ര ഉള്ളേ. കോളശ്ശേരി റോഡ്. നാടൻ കുടംപുളി ഇവിടെ കിട്ടും. ഇവിടെയുണ്ട് നാടൻ കുടംപുളി. അവിടെ നാടൻ കുടംപുളി ഇല്ല. അതുകൊണ്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റിനകത്ത് നാടൻ കുടംപുളി കിട്ടും. അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. സോണിയ നഗർ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. സോണിയ നഗർ വരെ ഉള്ളൂ. ഇതിൻ്റെ അകത്തെ കൂടി ഒരു റോഡുണ്ട്. പലരട്ടത്തിന് ഇപ്പം നമ്മൾ പോകുന്നത് പലരട്ടം വഴിയുണ്ട്. പലരട്ടം ഇവിടെ മക്ക് ചിന്നശ്ശേരി പോലെ കാഞ്ഞ പാടം. ഇപ്പം നമ്മൾ പോണത് പാലാരിവട്ടം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ സ്പേസുകൾ. എവിടെ വഴി പോകുന്നറിയില്ല. പോണോളം പോട്ടെ. വഴി വല്ലതും ആണെന്നറിയില്ല. ഇതിനകത്തൊക്കെ ഒരുപാട് പേര് താമസമുണ്ട് കേട്ടോ. നമുക്ക് ഉദ്ദേശിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു നിർമ്മിതിയും വരുന്നുണ്ട്. പുതിയതായിട്ടേ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. അത് പുതിയതായിട്ടല്ല, പഴയ വീടൊന്ന് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ കഷ്ടമാണ്. നമ്മളേതൊരു വഴിയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് പോണേന്ന് നമുക്കൊരു പിടിയില്ല. അങ്ങോട്ട് പോയിട്ട് അതിൽ അവിടെ ടൈലിട്ടൊന്നും അവിടെ ടൈൽ ഇടണുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് പാലാരിവട്ടം ഭാഗത്തിൽ കൂടി തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാറ് ശക്തി കൂടി വരുന്നുണ്ട്. നോ പ്രോബ്ലം. മഴ പെയ്യുന്നവരെ നമുക്ക് മുന്നോട്ട് പോകാം. പാലാരിവട്ടം ഭാഗത്ത ചില ഉൾപ്രദേശങ്ങളാണ്. ടൈൽ വർക്ക് അടങ്ങിയാണ് അവർ പണി നടക്കുന്നുണ്ട്. ഒരു ഫിനിഷിംഗ് ഇല്ല. ടൈലൊരു ഫിനിഷിങ്ങിലൊക്കെ വർക്കായിപ്പോയി. പിന്നെ ഇത്ര ഫിനിഷിങ് കിട്ടുള്ളൂ എന്ന് പറയും. അത് വേറെ കാര്യം. ഇതൊക്കെ ഒരു ഈ ഭാഗത്തൊക്കെ ഒരു 90 നമ്മളെ ഏതോ ഒരു കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന വീടുകളും വഴികളും ഒക്കെയാണ്. നമ്മൾ പലവട്ടം
മെട്രോ ഭാഗത്തെത്തിയിട്ടാണ്. അതാണ് നേരെ കാണുന്നത്. പാലാട്ടും മെട്രോ വർക്ക് ചെയ്യുന്നതാണ്. മെട്രോ പില്ലെന്ന് നമ്മൾ വീണ്ടും സിറ്റിയുടെ അകത്ത് കയറി സിറ്റിയിലേക്ക് വന്നു. അതായത് നേരെ കാണുന്നത് പലവട്ടം ജംഗ്ഷനാണ്. നമ്മൾ ഒതുങ്ങിയില്ലെങ്കിൽ നമ്മുടെ നെഞ്ചത്തെവിടെ അമ്മമാരുണ്ട്. അവിടെ ബ്ലോക്കാണ്. ഞാനും പോകും ഫാസ്റ്റായിട്ട്. ഒരു കാര്യമില്ല. അതെങ്ങനെ അപ്പോൾ നേരെ കാണുന്നത് പാലാവട്ടം പാലം. ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഒരു വഴിയുണ്ട്. അല്ല, ആ വഴി അങ്ങനെ കയറി തിരിച്ച് അതേപോലെ തന്നെ ഉള്ളിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ പാലാവട്ടത്ത് എത്തി നമ്മൾ ഇന്ന് തിരിച്ചു പോകാനുള്ളത്. തിരിച്ചു പോകാം. വഴിയാണെന്നൊന്നും ഇവിടെയില്ല. നമുക്ക് പോകാം. റോഡ് ടാറിങ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങോട്ട് കയറാനേ. പാലാവട്ടത്തിൻ്റെ വേറൊരു ഭാഗമാണ്. ഈ വഴി ഞങ്ങൾ പറഞ്ഞു. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വീടാണ്, ഒരു റെസ്റ്റോറൻ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് നല്ല മഴക്കാറാണ്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് മഴ പെയ്തോട്ടെ. ഈ റോഡ് ഇപ്പോൾ പുതിയതായിട്ട് ടാർ ചെയ്താണ് കേട്ടോ. കാരണം വെച്ചാൽ ഇത് കുറച്ചാകുമ്പോൾ നമ്മളിതിൽ പോകുമ്പോഴൊക്കെ ഇതൊക്കെ വീട് പെയിൻറ്റിങ്ങാണ്. മഞ്ഞുമൽ ഭാഗത്തല്ല, ഭാഷ ലൈൻ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ. മഴ പെയ്താൽ കയറിയിരിക്കാൻ താൽക്കാലികമായിട്ട് കയറിയിരിക്കാൻ സ്ഥലമില്ല. കുട അതിനകത്തുണ്ട്. കുഴപ്പമില്ല. ചെറിയൊരു മഴയൊക്കെ കുഴപ്പമില്ല. പഴയ ഒരു കാലത്ത് ഇതൊക്കെ കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അത് ഇവിടം വരെ ഉള്ളൂന്നുണ്ട് റോഡ്. അങ്ങോട്ട് നല്ല മഴക്കാറുണ്ട്. ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ. നീമനെ ഫോണടിച്ചിട്ട് അപ്പം ഞാനെന്ത് ചെയ്യും? ഞാൻ ഒച്ചുണ്ടാക്കും. വങ്കാരത്ത് ലൈൻ, വങ്കാരത്ത് ലൈനിൽ കൂടി കയറിപ്പോവാം. ആ കാറ് ഇങ്ങോട്ടാ പോട്ടെ. നിങ്ങളെന്ന് വെച്ചിട്ടുണ്ട് വങ്കാരത്ത് ലൈൻ. നേരെ ചെല്ലുന്നത് ഹൈവേയിലോട്ടായിരിക്കും. വങ്കാരത്ത് ലൈൻ. പോകുന്ന വഴി തന്നെ കയറി. ഒന്നുമില്ല. അവിടെ എത്തിയില്ല. പുറകിലെത്തി. അപ്പം പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, അത് ഹൈവേ ആണ്. തിരിച്ച് എടപ്പള്ളി വഴി ഹൈവേ വഴി നേരെ പോവാം. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്കതിൽ അങ്ങോട്ട് പോവാം. നല്ലൊരു മഴക്കാറുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈവേ എത്തി. റൈറ്റ് കാണുന്നത് പാലാവട്ടം പാലമാണ്. വിശ്വവിഖ്യാതമായ പാലമുണ്ട്, പാലം. അപ്പോൾ
നൈറ്റ് റൈഡേഴ്സ്. നല്ല ലോകമായിരുന്നല്ലേ, ഞാൻ ഇറക്കി വിട്ടാണ്ടാ സൈസാണ്. കുറേ കൂടി കാണും ഇപ്പം. അപ്പോൾ നമ്മൾ പാലാരിവട്ട അവിടെ റൈറ്റ് സൈഡ് നല്ല മഴ, മഞ്ഞുമല ഏലൂർ ഭാഗത്തൊക്കെ താമശ്ശേരി ഭാഗത്തേക്ക് നല്ല മഴക്കാറാണ്. ആലുവ ഭാഗത്ത് നമുക്ക് കഴിഞ്ഞാൽ പോയിട്ട് കാര്യമില്ല, അതിനകത്തോട്ട് കയറാം. ഒരു കാർ ഷോപ്പ് ഉണ്ടായിരുന്നു, ഓട്ടോ, ഒരുപാട് പടങ്ങളൊക്കെ. കാർ മാഷിൻ്റെ അവിടെയാണ് പാട്ട് കേൾക്കുന്നത്. പാട്ടൊക്കെ വെച്ച് ഇംഗ്ലീഷ് പാട്ടൊക്കെ വെച്ച് അടിച്ചു വെച്ചിരിക്കുന്നത്. മുമ്പ് ഞങ്ങൾ ഈ വഴിയൊക്കെ പോകുമായിരുന്നു, കാരണം അവിടെ അപ്പുറത്ത് പാലാട്ട് ബ്ലോക്ക് ആണെങ്കിൽ ഈ വഴി കയറി പോകും, സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. മിലേനിയം റോഡ് റൈറ്റ് സൈഡിലേക്ക്, മിലേനിയം നഗർ, മിലേനിയം റോഡ്, മിലേനിയം നഗർ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാമല്ലോ, ഇടം വരെ ഉണ്ടെന്നറിയില്ല, കാണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക്. മിലേനിയം നഗർ. രണ്ട് തെങ്ങ് പകുതിക്ക് കിട്ടി ഒന്ന് നിർത്തി, മുളയ്ക്കുമെന്നറിയാനൊന്നും അറിയില്ല. ഇടം വരെ ഉള്ളൂ കേട്ടോ. വിൻറ്റേജ് ഹോം, വിൻറ്റേജ് ഹോം. ഓ ശരി, വിൻറ്റേജ് ഹോം. കൊള്ളാം, വിൻറ്റേജ് ഹോം. ഇവിടെ നിന്ന് ഇത്രേ ഉള്ളൂ വഴി, ഇനി അങ്ങോട്ട് വഴിയില്ല. ഏകദേശത്തേക്ക് ഒരു വഴി കാണുന്നുണ്ട്, പക്ഷെ അധികം ദൂരം ഉണ്ടാവാൻ വഴിയില്ലെന്ന് വിചാരിക്കുന്നു. അവിടെ വരെ ഉണ്ടാവുള്ളൂ, അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ശരിക്കാം, പിള്ളേരുണ്ടാവാം. നമുക്ക് ഈ വഴി ജസ്റ്റ് കയറിയാം. ഇതും നിൽക്കണം ദൂരം ഉണ്ടാവുള്ളൂ. നല്ലൊരു മഴക്കാറുണ്ട്, സൂപ്പർ മഴക്കാറുണ്ട്. നേരെ കാണുന്നത് മഴക്കാറുണ്ട്. ഇതാവട്ടെ, ഇവിടെ പുതിയതായിട്ട് വർക്ക് നടക്കണുണ്ട്. ഈ വഴിയിലും ഇത്രയും തന്നെ ഉള്ളൂ കേട്ടോ. തിരിച്ചു പോവാം. സ്ക്രാപ്പാണ്, അതെന്തോ സാധനമൊക്കെ അവിടെ ചെയ്തിട്ട്. മഴ ഏത് നിമിഷവും തട്ടും. ഓട്ടമാണ്. നമ്മൾ വീണ്ടും ഹൈവേയിലേക്കാണ് ചെന്ന് കയറുന്നത്. അതും നല്ലൊരു മഴ. അവിടെ നിന്ന് അപ്പോഴും വന്നല്ലേ, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ, നമ്മൾ അങ്ങോട്ട് കയറി ഇങ്ങനെ തിരിച്ചാൽ പോകണ്ടേ. ഹബ്ബ് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ അങ്ങോട്ട് പോകണ്ടേ. അരിപ്പ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ, അരിപ്പ അവരെ പാർക്കിംഗ് ആണ്. നമ്മുടെ ഹൈവേയിലുള്ള ഒരു ഹോട്ടലാണ് അരിപ്പ. നമുക്ക് ഏത് വഴി വേണം? ചെറുകാട് ലൈനുണ്ട്, ആ വഴി പോയാൽ ഞാൻ ഹൈവേയിലേക്ക് പോകും. ചെറുകാട് ലൈൻ എവിടം വരെ പോകുമെന്നറിയില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, വീടിൻ്റെ അവിടം വരെ ഉള്ളൂ ചെറുകാട് ലൈൻ. ഒരു വഴിയുണ്ടോ? ആ ഉണ്ട്. റോട്ടിലേക്ക് ഒരു മരം അങ്ങനെ തന്നെ ചാഞ്ഞേക്കാം. വഴി ഇത് പറഞ്ഞ പോലെ നമ്മൾ ചെറുകാട് ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ.
ചെറുകാട് ലൈൻ. ഓട്ടോറിക്ഷ സ്ക്രാപ്പായിട്ട് രണ്ടെണ്ണം സ്ക്രാപ്പായി. രക്ഷയില്ല. അപ്പം നേരെ കാണുന്ന വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് വിൻഡോസ് നമുക്കിങ്ങനെ പോവാം. ഈ വഴിയാണോ കുളത്തിൽ പാടം റോഡ്. കുളത്തിൽ പാടം റോഡ് ഇതൊക്കെ പാലാരിവട്ടം ഉണ്ടോ? പാലാരിവട്ടം ഞാൻ ഏരിയയാണ്. കുളത്തിൽ പാടം റോഡ് നമ്മൾ ഈ വഴി വന്നാണ് അല്ലേ? ആ ഈ വഴി നമ്മളങ്ങോട്ട് പോകുന്നു. എല്ലാ വഴിയും ഒരേപോലെ ഇരിക്കണം, നമുക്കൊരു പിടി കിട്ടുന്നു. ആ നമ്മൾ ഈ വഴി നമ്മൾ പോയാൽ